സ്നേഹം അറിയിക്കുന്നു. വന്ദനം എല്ലാവർക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിനോട് നന്ദി പറയുന്നത്, ദൈവം ഇങ്ങനത്തെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി വചനമായി നിൽക്കാനും. അടുത്തത് ഞാൻ നന്ദി പറയാനുള്ളത് ബ്രദർ ജിനോനോടാണ്. എന്നെ പലവട്ടവും എൻകറേജ് ചെയ്ത്, ഞാൻ ഇതിന് പലവട്ടവും മാറാൻ നോക്കി, പക്ഷെ എന്നെ എൻകറേജ് ചെയ്ത് ഇവിടെ ഈ അവസരം നൽകി തന്നു. ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രെയർ റൂമിൽ ദൈവനോട് സംസാരിച്ച വചനവും അതിൻ്റെ ചിന്തകൾ ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാനാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. ഞാൻ പറയുന്ന ലാംഗ്വേജിൽ എന്തിനേലും ഒരു തെറ്റുകുറ്റങ്ങൾ വരുവാണെങ്കിൽ എന്നോട് ദൈവനാമത്തെ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്തയുടെ ആധാരമായി നമുക്ക് വായിക്കാം. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 verse 10. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2 വാക്യം 10. ഒരാൾക്ക് മലയാളത്തിൽ വെച്ച് വായിച്ചൊന്ന് സഹായിക്കാം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമായിരുന്നു. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മെറിൻ. താങ്ക് യു റോമനജ. ഇതിനകത്ത് നമ്മളിപ്പം ഇവിടെ വായിച്ചത് രണ്ടാമത്തെ 10ാമത്തെ വാക്യമാണ്. ഇതിനകത്ത് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ഹാവ് കെപ്റ്റ് ദ ഗുഡ് വൈൻ അൻറ്റിൽ നൗ. ആ ഗുഡ് വൈൻ ആണ് എൻ്റെ ഫോക്കസ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നല്ല വീഞ്ഞ് ഹിന്ദി में बोलते बढ़िया दाखरस. बढ़िया दाखरस अब तक रख छोड़ा है. അപ്പം അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പാസേജ് വായിക്കുമ്പം അതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ വിവാഹ വീടാണ്. അവിടെ വീഞ്ഞ് തീരുന്നു. ദൈവത്തിന്റെ യേശു തമ്പുരാൻ അവിടെ ഉണ്ട്. പക്ഷെ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ കൽപാത്രം കൊണ്ടുവെക്കുന്നു. അത് കഴിഞ്ഞ് അത് വെള്ളം വീഞ്ഞായി മാറുന്നു. ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് വന്ന എനിക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ ലിമിറ്റേഷൻ എന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ്. അപ്പം ഇവിടെ ഈ ഗുഡ് വൈൻ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് അടർത്തിയെടുത്ത് പറയാനാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കാര്യം കൽപാത്രം. അത് എവിടെയോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തൊന്നും നിറവില്ലായിരുന്നു. ജസ്റ്റ് ഒരു കൽപാത്രമായിരുന്നു. ദെൻ ആ കൽപാത്രത്തിൽ വെള്ളം നിറച്ച് ദൈവത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. അപ്പം ദൈവം പറയുന്നു അതിനെടുത്ത് ഇനി കൊടുക്കാം. ഡ്രോ സം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയാണല്ലോ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകുന്ന ആ വെള്ളം വീഞ്ഞാകുവാണ്. ആക്ച്വലി അത് ജസ്റ്റ് അവിടെ എഴുതിയേക്കുന്നത് ഗുഡ് വൈൻ. ഗുഡ് വൈൻ എന്ന് ഹയസ്റ്റ് ക്വാളിറ്റി. അതുകൊണ്ടാണല്ലോ അവർ ചോദിച്ചത്. ലഹരി പിടിച്ച ശേഷം അവിടുത്തെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല ലഹരിയുള്ള കൊടുത്തിട്ട് പിന്നെ ഇളപ്പമുള്ള കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇത് സൂക്ഷിച്ചു വെച്ചോ. അപ്പൊ ആ വീര്യം കൂടിയത് ആകണമെങ്കിൽ ആ ദൈവത്തിന്റെ മുമ്പാകെ വന്നു. കൽപാത്രത്തിൽ വെള്ളം മാത്രമായിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ദൈവത്തിന് മുമ്പാകെ വന്നപ്പോഴത്തേന് അത് വീര്യം കൂടി. അവിടെ ഞാൻ 2-3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല വീഞ്ഞ്, വാട്ട്സ് എ ഗുഡ് വൈൻ, അതിന്റെ എന്താണ് ക്വാളിറ്റി? അത് വീര്യമേറിയതായിരിക്കും, വിശിഷ്ടമായിരിക്കും, വിലയേറിയതായിരിക്കും, വ്യത്യസ്തമായിരിക്കും. എല്ലാരെ പോലെ അല്ലായിരിക്കും. അതിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഇനി അത് ആകണമെങ്കിൽ എന്നാ ചെയ്യണം? ദൈവത്തിന് മുമ്പാകെ. നമ്മള് ദൈവത്തിന് മുമ്പാകെ അത് കൊണ്ടുവച്ചപ്പോ അത് ഞാൻ ഇനിയിപ്പോ കണക്ട് ചെയ്തപ്പോ ഞാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് ഞാൻ അത് വരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ വെച്ചപ്പോഴത്തേന് അത് വീര്യം കൂടിയ വീഞ്ഞ്. ഇനി ആ വീര്യം കൂടിയ വീഞ്ഞ് എന്താണ് അത് അവിടെ ചെയ്തത്? ആ വീട്ടില് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പ്രയറോ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുമ്പോൾ ഫുഡ് കുറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ ടെൻഷൻ മനസ്സിലാകും. അപ്പൊ ഒരു വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു. അപ്പം തിങ്ക് അബൌട്ട് ദെയർ സിറ്റുവേഷൻ, അവരുടെ ആ മാനസികാവസ്ഥ ഓർത്തോ. പക്ഷെ ഈ വീഞ്ഞ് ദൈവം വെള്ളത്തിനെ വീഞ്ഞാക്കിയപ്പം, സാധാ വീഞ്ഞല്ല, വീര്യം കൂടിയ വീഞ്ഞാക്കിയപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? അവിടുത്തെ ശൂന്യത മാറി, നിന്ന മാറ്റി, അവിടെ സന്തോഷത്തിന് ഉളവായി അല്ലെ. പക്ഷെ ഈ വീര്യം കൂടിയതിനെ പറ്റി എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. എന്റെ മനസ്സിൽ പല കഥാപാത്രങ്ങൾ ബൈബിളിന്റെ വരുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ദാവീദിനെ കുറിച്ചാണ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിലുള്ള ആ വീര്യവും ആ വിശിഷ്ടവും അവന്റെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയായിരുന്നു. ചേട്ടന്മാരെ പറയാൻ പോലെ എക്സ്പീരിയൻസ് ഇല്ല. ഒരു എന്നാ പറയുന്ന ആ ഏജിനും അങ്ങനെയല്ല, പലതിലും കുറവായിരുന്നു. പക്ഷെ ദാവീദിലുള്ള അനോയിന്റിങ് ആണ് ദാവീദിനെ കാട്ടിക്കടന്ന ദാവീദിനെ മല്ലനായ ഗോലിയാത്തിന്റെ തല തകർക്കാൻ വേണ്ടി ഇട്ടത് ആ അഭിഷേകം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കൽപാത്രത്തിലിരുന്ന വെള്ളം ദൈവത്തിന്റെ മുമ്പാകെ വന്നപ്പം വീര്യം കൂടിയ വീഞ്ഞായി. അപ്പൊ ഇവിടെയാണ് ട്വിസ്റ്റ്. കണ്ടന്റ് മാറിപ്പോയി. പിന്നെ കൽപാത്രത്തിൽ വെള്ളമല്ല, ദൈവത്തിന് മുമ്പാകെ. അതേപോലെ ദാവീദ് കാട്ടിക്കടന്നത് അനോയിന്റിങ് വീണപ്പം പിന്നെ വീര്യം കൂടിയത്. അവിടെയാണ് ട്വിസ്റ്റ്. ദൈവത്തിനോടുള്ള ഒരു റിലേഷൻ
ദാവീദിന് വന്നപ്പോൾ ദാവീദിലുള്ള മാറ്റമാണ് അവന്റെ ആക്ഷൻ കാണിച്ചത്. വാട്ട് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ യു, വെൻ ദ കണ്ടന്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ യു, യു വിൽ സീ ദ ആക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, റൈറ്റ്? ആ ആക്ഷനിൽ ട്രാൻസ്ഫോർമേഷൻ വരും. അതുകൊണ്ടാണ് ദാവീദ് നമ്മൾ കാണുന്ന 1 ശമൂവേൽ 17-ാം അധ്യായം വചനം 35-ാമത്തെ വാക്യത്തില് ആക്ച്വലി ഈ ദാവീദിന്റെ ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശൗൽ ഇങ്ങനെ പറഞ്ഞു നിനക്ക് പറ്റുകയില്ല യുദ്ധത്തിന് പോകാൻ. പക്ഷെ അവിടെ പറഞ്ഞു ഞാൻ കരടിയും സിംഹത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നത്, ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടുംകുട്ടിയെ വിടുവിച്ചു, അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിന്റെ താടി പിടിച്ച് അടിച്ചു കൊന്നു. അതല്ലേ നമ്മൾ വായിക്കുന്നത്. ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മളിലുണ്ട് ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ വീര്യം എങ്ങനെയുണ്ട്. അതാണ് ഞാൻ ചിന്തിക്കാൻ ഈ വചനം എന്നോട് ദൈവം സംസാരിച്ചത്. സത്യമായ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, ഈ ദിനങ്ങളിൽ ദൈവം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, വീര്യം കൂടിയത്. ചിലതിന് ഇടയ്ക്കും ചിലതിന് ദൈവം തോന്നും, ചിലതിന്റെ വീര്യം കൂട്ടും. ദൈവം എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിപ്പാട് കാണിച്ചു. ഒരു വിളക്ക് കത്തുന്നുണ്ട് ശരിയാണ്, പക്ഷെ എന്റെ വെളിച്ചം പോരാ. ദൈവം പറഞ്ഞു, ഈ ദിനങ്ങളിൽ എന്റെ മുമ്പാകെ ചിലതിനെ വെക്കും ഞാൻ, എന്റെ മുമ്പാകെ ചിലത് കടന്നു വരുന്നെങ്കിൽ അതിനെ ആളി കത്തിച്ച് ചില അന്ധകാരത്തിൽ നിന്ന് എങ്ങനെയാണ് ദാവീദ് ആട്ടിൻകുട്ടിയെ സിംഹത്തിന്റെ വായിൽ നിന്ന് കരടിയുടെ വായിൽ നിന്ന് എടുത്തതുപോലെ ചില അന്ധകാരത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി ചിലതിനെ ഞാൻ തെരഞ്ഞെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 3 ചിന്തകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ്, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ വിലയേറിയ ദാനം സാധയായിട്ട് നമുക്ക് കിട്ടത്തില്ല. വിലയേറിയത് കിട്ടാൻ ചിലത് വില ഉണ്ട്. യു ഹാവ് ടു मेक ए पेमेंट if you want the precious thing. कीमती चीजों को पाने के लिए कीमत चुकानी पड़ती है. You will not get. അതിന് നമ്മൾ എന്നാ ചെയ്തേണ്ടി, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ചിലത് മാറ്റേണ്ടിയത് മാറ്റപ്പെടുമേ ആ അനോയിന്റിങ് നമ്മളുടെ മേൽ വന്ന് വീഴത്തുള്ളൂ. ഒരു കിണറ്, ഉറവയില്ലാത്ത കിണറിന് ഒരിക്കലും ഒരു ദാഹം പോക്കാൻ പറ്റത്തില്ല. ആ ഉറവയുണ്ടെങ്കിൽ ആ എന്നെ പറയാൻ പറ്റും, പകരാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ജീവിതം ഡ്രൈ ആയിപ്പോയി, നമ്മളിൽ ആ വീര്യം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരാൾ വരുമ്പോൾ നമുക്ക് തകർന്ന ആളെ നമ്മളെ തകർക്കാനേ പറ്റത്തുള്ളൂ, നെഗറ്റീവ് പറഞ്ഞല്ലേ. പക്ഷെ നമ്മളിൽ ആ കിടക്കുന്ന ആ അഭിഷേകം, നമ്മളിൽ ആ വ്യാപാരം അവിടുന്നുണ്ടെങ്കിൽ അതാണ് മാറ്റർ. കണ്ടന്റ് മാറണം. ദൈവാത്മാവ് ശക്തമായ ആലോചന ഈ ദിനങ്ങളിൽ ചലന ദൈവം തൊട്ട് കണ്ടന്റ് മാറും. ആ കണ്ടന്റ് മാറണമെങ്കിൽ അവിടുന്ന് വരണം, അവിടെ ഇരിക്കണം. പാദപീഠത്തിൽ ഇടുന്നാലേ പറ്റൂ. നമുക്ക് പകർന്നു കൊടുക്കാനുണ്ടെങ്കിൽ ചിലതിന്റെ ശൂന്യത. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം എന്നോട് ദൈവാത്മാ കണക്ട് ചെയ്തത്, ആ വീര്യം കൂടിയതായപ്പം ആ ഭവനത്തിന്റെ ശൂന്യത മാറി, ആ ഭവനത്തിന്റെ നിന്ന മാറി, സന്തോഷം ഉളവാക്കി. അതേപോലെ ദാവീദിലെ അനോയിന്റഡ് വന്നപ്പം ആ മല്ലനായ ഗോലിയാത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സെയിം പേരൻസിന്റെ പിള്ളേരാണ്. ചേട്ടന്മാരും ആ സെയിം അപ്പനും അമ്മയുടെ മക്കളാണ്. ഈ ദാവീദും ആ സെയിം അപ്പനും അപ്പന്റെ മക്കളാണ്. മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തും സെയിം ആണ് അല്ലേ? പക്ഷേ അവിടെ വ്യത്യാസം വന്ന കണ്ടന്റ് ദൈവത്തിന്റെ അനോയിന്റിങ് ആണ്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ആ ദാവീദിന്റെ പവർ, അനോയിന്റിങ് വന്ന പവർ 1 ശമൂവേൽ 17:26. എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ പവർ എന്നിൽ ഒന്ന് വ്യാപരിച്ചത് എനിക്കത് പറയാൻ പറ്റത്തില്ല. അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്. ദാവീദ് 1 സാമുവേൽ 17:26, ജീവനുള്ള ദൈവത്തിന്റെ സൈന്യങ്ങളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആർ? Who is this uncircumcised Philistine that he should defy the armies of the living God? है ना? हिंदी में हम जब पढ़ते हैं, ये बेखातिन फलिस्तीन कौन है जो जीवित परमेश्वर के सेनाओं को चुनौती दे रहा? Who are you? ആ പറയണേ, ആ പവർ പറഞ്ഞെങ്കിൽ ചുമ്മാ നമുക്ക് കിട്ടത്തില്ല. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്നാലേ പറ്റൂ. ചിലത് മാറ്റേണ്ടി അത് ചിലത് മാറ്റിയാലേ പറ്റൂ. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലൈറ്റ് പോകുമ്പോൾ ഈ മണ്ണെണ്ണ വിളക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്, കെറോസിൻ ലാമ്പ്. ഈ ലാമ്പ് തന്നെ കുറെ നാൾ കത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഡിമ്മായി പോകും. അപ്പൊ എന്നാ ചെയ്തത്, അതിനെ ക്ലീൻ ചെയ്യും. അതിന്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യും, അതിന്റെ മണ്ണെണ്ണയുടെ കരടെല്ലാം മാറ്റി ലാമ്പ് ക്ലീൻ ചെയ്തു, അതിനകത്ത് കെറോസിൻ ഒഴിച്ചു, കരിന്തിരിയെ വെട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ നൈ വാലി ബത്തി ലഗായെങ്കിൽ ഓഫ് ജലായെങ്കിൽ फिर पता रोशनी एकदम धमाकेदार होती है. പിന്നെ ആ വെട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലെ. അതേപോലെ ദൈവം എന്നെ കാപ്പാണ് എനിക്ക് മനസ്സിലായത് റിലേഷൻ. ഓക്കെ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ചിലതിനെ കത്തിക്കുമ്പോൾ ദൈവമായിട്ട് ആ ബന്ധം മുമ്പാകെ ഇരിക്കുമ്പോൾ ചിലതിന് വീര്യം ദൈവം കൂടും. അതുകൊണ്ടാണ് മഹാപുരുഷനായ ജോഷുവയോട് പറയുന്നത്, തീന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ ആ മേൽ. ദൈവസന്നിധിയിൽ ദൈവാത്മാവ് ചിലതിനെ വ്യക്തമായി പറയും. ചിലതിന്റെ മേൽ ദൈവം ഹാലിലെ വലിച്ചെടുത്ത
വലിച്ചെറിയപ്പെട്ട കൊള്ളി ശത്രുവിന്റെ കോട്ടകളെ തകർക്കാൻ. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ദൈവം നമ്മൾ ചില വീര്യമുള്ള നമ്മളെ തന്നെ താഴ്ത്താം, നമ്മളെ തന്നെ ദൈവസന്നിധി കർത്താവ് എന്റെ വീര്യം. 3 ചോദ്യങ്ങളാണ് ഞാൻ എന്റെ ഇതിൽ നിന്നും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ്, നമ്മൾ ആരുടെ മുമ്പാകെയാണ്? നമ്മുടെ ബന്ധം ആരോടാണ്? 2, നമ്മളുടെ വീര്യം എങ്ങനെ നിൽക്കുന്നു, എങ്ങനെയാണ്? കുറഞ്ഞതാണോ അത് വീര്യം? മൂന്നാമത്തത്, ഈ വീര്യം കാരണം എന്തെങ്കിലും പ്രയോജനമാകുന്നുണ്ടോ? നമ്മൾ സന്തോഷത്തിന് കാരണമാകുന്നുണ്ടോ? നമ്മൾ മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് ഈ ഡബിൾ എഡ്ജഡ് സ്വാർഡാണ്. സ്പീക്കിംഗ് വിത്ത് മീ ആസ് വെൽ. നിങ്ങളോട് പറയുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കാൻ നമുക്ക്. ഇത്രയും എനിക്ക് സമയം തന്നതും എന്നെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഈ വചനം നമ്മൾ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ ധാരാളമായി. ഇനി വരുന്ന ഈ വീര്യം ഇവിടെ കൊണ്ട് നിൽക്കാനല്ല, അക്കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണം. ഈ വീര്യം നമ്മൾ ആയിത്തീരട്ടെ. ഒരു പാട്ടിന്റെ ജസ്റ്റ് 2 ലൈൻസ് പാടി ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. വക്രത നിറഞ്ഞ പാപലോകത്തിൽ